അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു രക്തചന്ദനം വെച്ചൊരു സോപ്പ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. റോസ് വാട്ടറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെയാണ് ഞാൻ ചേർത്ത് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കിലോ സോപ്പ് ബേസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്ലിസറിൻ സോപ്പ് ബേസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇത് ചേർക്കുന്നത്. 2 ടീസ്പൂൺ റോസ് വാട്ടർ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ശരീരത്തൊക്കെ തേക്കുന്ന റോസ് വാട്ടറാണിത്. നല്ലതാണിത്, സ്കിന്നിനൊക്കെ തേക്കുന്നതാണിത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇതുപോലെ നമുക്ക് കലക്കി വെച്ചേക്കാം. ഇത് നമുക്കിനി മാറ്റി വെച്ചേക്കാം. 1 കിലോ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ മൊത്തം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് വാരി മാറ്റാം. ഇതെല്ലാം പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് കിടക്കുന്നു. നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഒന്ന് മെൽറ്റാക്കി എടുക്കാം. മൊത്തം ഒന്ന് മെൽറ്റായി വരട്ടെ. നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ആക്കിയിട്ട് വേണം. ഇനി നമുക്ക് രക്തചന്ദനവും റോസ് വാട്ടറും കൂടെ കലക്കിയത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇളക്കി കൊടുക്കണം. ഭയങ്കര ഗുണമുള്ള സാധനമാണ് ഇത്. നല്ല വെളുക്കാനും സൗന്ദര്യത്തിനും എല്ലാത്തിനും ഗ്ലാമർ വയ്ക്കും. ഇത് തേച്ചാല് അറിയാമല്ലോ രക്തചന്ദനത്തിന്റെ ഇത്. തീ ഓഫാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാമിന്റെ മോൾഡാണ് ഇതിപ്പോ. എനിക്ക് എൻ്റെ മോക്ക് ഗൾഫിൽ കൊടുത്തേക്കാനാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ പതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റണം. അപ്പൊ സോപ്പ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഈ പതയൊക്കെ ഒന്ന് നമുക്ക് പൊട്ടിച്ച് വിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കോരി മാറ്റിയെടുക്കാം. ഞാൻ ഇത് എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. 10 സോപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി സോപ്പാണ് കേട്ടോ. മുഖ സൗന്ദര്യത്തിന് എല്ലാത്തിനും പറ്റിയ സോപ്പാണിത്. ശരീരത്തെ ഗ്ലാമർ വയ്ക്കും, എല്ലാത്തിനും നല്ലതാണിത്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് മോൾഡിൽ നിന്ന് മാറ്റാം. 1.5 മണിക്കൂർ 2 മണിക്കൂർ ആയിട്ടുണ്ട്. രക്തചന്ദന സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം. സൂപ്പർ സോപ്പ് കണ്ടോ, അടിപൊളി സോപ്പാണ്. എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഗ്ലാമർ വയ്ക്കും ഈ സോപ്പ് തേച്ചാല്. സൂപ്പറായിട്ടിരിക്കുന്ന നിങ്ങളെല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് പാത്രത്തിലേക്ക് വെക്കാം. കണ്ടോ, ഞാൻ ഒരു കെമിക്കലോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. മണത്തിനോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സോപ്പാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം തേക്കാൻ പറ്റിയ സോപ്പാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ഒറിജിനൽ മണമാണ് ഇതിൻ്റെ. രക്തചന്ദനത്തിന്റെ മണവും റോസ് വാട്ടറിന്റെ മണവും അതിന്റെ മണം മാത്രമാണ്. നല്ല മണമാണത്. അടിപൊളി സോപ്പാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കണ്ടോ, അടിപൊളി സോപ്പാണ്. താങ്ക് യു.